ചെമ്പനീർ പൂവിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ സച്ചി ഒരു സ്കൂട്ടറിന്റെ ഷോറൂമിൽ എത്തിക്കൊണ്ടതിന് രേവതി വിളിച്ചുകൊണ്ട് ചോദിക്കുന്നത്, രേവതി നിനക്ക് ഇഷ്ടപ്പെട്ട കളർ ഏതാന്ന് ചോദിക്കും. ആ സമയത്തിന്റെ രേവതി പറയുന്നത്, എന്താ സച്ചിയേട്ടാ കളറൊക്കെ ചോദിക്കുന്നത്? എന്റെ പൂക്കട നഷ്ടപ്പെട്ടത് കൊണ്ടതിന് എനിക്കെന്താ ഇനി പുതിയ സാരി വാങ്ങി തരാൻ വേണ്ടിയിട്ടാണ് കളർ ചോദിക്കുന്നതെന്ന് ചോദിക്കും. എന്റെ കട പോയത് കൊണ്ടതിന് ഞാൻ സങ്കടപ്പെട്ട് വിഷമിച്ചുകൊണ്ടിരിക്കല്ലേ, അപ്പോ എന്റെ സങ്കടം മാറ്റാൻ വേണ്ടിട്ട് എനിക്ക് സാരി എന്തെങ്കിലും വാങ്ങിച്ചു തരാനല്ലേ എന്ന് ചോദിക്കാട്ടോ. അല്ലെങ്കിലും നിന്നെ ആശ്വസിപ്പിക്കാൻ ഒരു സാരി വാങ്ങിച്ചു തന്നാ മതിയോ രേവതി എന്നിങ്ങനെ സച്ചി ചോദിക്കുന്ന സമയത്തിന് രേവതി പറഞ്ഞത്, എനിക്കല്ലെങ്കിലും സാരിയൊന്നും വേണ്ട, എന്റെ കയ്യിൽ ഇഷ്ടംപോലെ സാരി ഉണ്ടല്ലോ, എനിക്കൊന്നും വാങ്ങിക്കേണ്ട കാര്യമില്ല, നിങ്ങൾ മിണ്ടാതെ പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് തിരിച്ചു വരാൻ നോക്കുമെന്ന് പറയാണ് രേവതി. ഞാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മീൻകറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ വായോ എന്നൊക്കെ രേവതി പറയുന്ന സമയത്തിന് സച്ചി വീണ്ടും പറഞ്ഞിട്ട്, അതൊക്കെ അവിടെ നിൽക്കട്ടെ രേവതി, നീ അത് നിനക്ക് ഇഷ്ടപ്പെട്ട കളർ പറയേ. അന്നേരം രേവതി പറയുന്നത്, അതൊക്കെ വിട്ടേക്ക് സച്ചിയേട്ടാ, കാലത്ത് മുതൽ ഞാൻ വീട്ടിൽ ജോലി ചെയ്യാത്തത് കൊണ്ട് തന്നെ അമ്മ എന്നെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനി നിങ്ങൾ എനിക്ക് സാരിയും കൂടെ വാങ്ങിച്ചുകൊണ്ട് ഇങ്ങോട്ടേക്ക് വന്ന വീട്ടിൽ വെറുതെ ജോലിയൊന്നും ചെയ്യാതിരിക്കുന്നവൾക്ക് സാരി കൂടെ വാങ്ങിച്ചു കൊടുത്തോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അമ്മ എന്നെ ആയിരിക്കും വഴക്ക് പറയുന്നത്. എനിക്ക് ഏതായാലും അതിൻ്റെ ഒന്നും ആവശ്യമില്ല സച്ചിയേട്ടാന്നൊക്കെ പറയാട്ടോ രേവതി. അന്നേരം സച്ചി പറഞ്ഞിട്ട്, അമ്മ പറയുന്നതൊക്കെ നീ വിട്ടേക്ക് രേവതി, ആദ്യം ഞാൻ ചോദിച്ചതിനുള്ള മറുപടി നീ പറയേ. നിനക്ക് ഇഷ്ടപ്പെട്ട കളർ ഏതാന്ന് വീണ്ടും സച്ചി ചോദിക്കുന്ന സമയത്തിന്റെ രേവതി പറഞ്ഞിട്ട്, അല്ലെങ്കിലും സച്ചിയേട്ടൻ പറഞ്ഞാൽ കേൾക്കില്ലല്ലോ, എനിക്ക് എല്ലാ കളറും ഇഷ്ടമാണ്, എല്ലാ കളറും ഇഷ്ടമാണെങ്കിൽ പോലും എനിക്ക് ഒരുപാട് ഇഷ്ടം റെഡ് കളറാണെന്ന് പറയാട്ടോ രേവതി. എന്നാൽ രേവതിക്ക് റെഡ് കളറാണ് ഇഷ്ടമെന്നറിഞ്ഞതോടുകൂടി തന്നെ സച്ചി ഒരു പുതിയ റെഡ് കളറിലുള്ള സ്കൂട്ടർ വാങ്ങിച്ചുകൊണ്ട് തന്നെ വീട്ടിലേക്ക് വരുന്നുണ്ട്. അതിനുശേഷം എല്ലാവരെയും വിളിച്ചുകൊണ്ട് തന്നെ മുറ്റത്തേക്ക് വരാൻ ആവശ്യപ്പെടാണ് സച്ചി. എല്ലാവരെയും വിളിച്ചു വരുത്തിയിട്ട് എല്ലാവരും ഫ്രണ്ടിലേക്ക് വരുന്ന സമയത്തിന് സച്ചി ഗേറ്റ് പൂട്ടിയിട്ട് അതിന്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കുന്നത് കാണുന്ന സമയത്തിന് ചന്ദ്രമതിക്ക് ദേഷ്യം വരും. ഇവനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ എല്ലാവരോടും ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞേക്കുന്നത് ഇങ്ങനെ ചന്ദ്രമതി ചോദിക്കുന്ന സമയത്തിന്, ഇവിടെ ആരും മിസ്സായിട്ടില്ലല്ലോ എന്ന് ചോദിക്കാട്ടോ സച്ചി. അന്നേരം ശ്രുതി ചോദിക്കുന്നതിന്, ഇതെന്താ സ്കൂളിൽ അസംബ്ലിക്ക് കുട്ടികളോട് നിൽക്കാൻ പറയുന്നത് പോലെ ഞങ്ങളോടൊക്കെ ഇവിടെ വന്ന് നിൽക്കാൻ പറഞ്ഞേക്കുന്നത് എന്നൊക്കെ ചോദിച്ചു കൊണ്ടിട്ട് ശ്രുതി ദേഷ്യപ്പെടും. സച്ചി പറഞ്ഞിട്ട്, രേവതി വാ, ഇപ്പൊ പുതിയൊരു സംഭവം ഓപ്പൺ ചെയ്യാൻ പോവുകയാണ് എന്നിങ്ങനെ സച്ചി പറയുന്ന സമയത്തിന് വർഷി ചോദിക്കുന്നത്, എന്താ പുതിയ ഷോറൂം ഓപ്പൺ ചെയ്യാൻ പോവാണോ എന്ന് ചോദിക്കും. അന്നേരം ചന്ദ്രമതി കളിയാക്കി ചോദിക്കുന്നത്, ആര്? ഇവനോ? കാലത്ത് ഇവന്റെ ഒരു കടപ്പ് എടുത്തോണ്ട് പോയതേ ഉള്ളൂ, ഇനിയിപ്പോ ഉടനെ തന്നെ അടുത്തത് തുടങ്ങാനല്ലേ എന്നൊക്കെ പറഞ്ഞ ചന്ദ്രമതി ഇങ്ങനെ കളിയാക്കിച്ചിരിക്കും. അന്നേരം ആയിരിക്കട്ടെ സച്ചി ആ ഒരു ഗേറ്റ് അങ്ങ് ഓപ്പൺ ചെയ്യുന്നത്. ആ സമയത്തിന് അവിടെ റെഡ് കളറിലുള്ള ഒരു സ്കൂട്ടർ കാണും. രണ്ടുപേരുടെയും ആദ്യത്തെ ലെറ്ററിൽ അതിൽ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. ആ ഒരു സ്കൂട്ടർ കാണുന്ന സമയത്തിന് രവീന്ദ്രനും രേവതിക്കൊക്കെ ഭയങ്കര സന്തോഷമായിരിക്കട്ടെ. സച്ചി പറയുന്നത്, രേവതി സ്വന്തം കാലിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവൾക്കൊരു പൂക്കട വെച്ച് കൊടുത്തത്, എന്നാൽ അവൾ സ്വന്തം കാലിൽ നിന്ന് അധ്വാനിക്കുന്നത് കണ്ട് ചില അസൂയ കണ്ണുകൾക്കൊന്നും അത് ദഹിച്ചിട്ടില്ല, അതുകൊണ്ടാണ് അവർ ശകുനി പണിയൊക്കെ ചെയ്തുകൊണ്ട് തന്നെ രേവതിയുടെ കട പൂട്ടിച്ചത്. ആ കട പോയതിനു ശേഷം രേവതിയുടെ മനസ്സ് ഒത്തിരിയധികം വിഷമിച്ചിട്ടുണ്ടാവും. അച്ഛൻ പറഞ്ഞത് ശരിയാണ് അച്ഛ, രേവതി അങ്ങനെ ഒന്നും ചെയ്യാതെ വീട്ടിലിങ്ങനെ ചടഞ്ഞു കൂടി ഇരിക്കേണ്ടവളൊന്നുമല്ല, അവൾ ഓടിച്ചാടി നടക്കേണ്ടവള് തന്നെയാണ്. ഇവിടെ ചിലവർ കാശ് സമ്പാദിക്കുന്നതിന് മുൻപേ തന്നെ എന്റെ രേവതി ഉണ്ടല്ലോ, രേവതി കുഞ്ഞുനാളിൽ മുതലേ തന്നെ അധ്വാനിച്ച് പണം സമ്പാദിക്കുന്നവളാണെന്നൊക്കെ പറയും. അന്നേരം രവീന്ദ്രൻ പറഞ്ഞിട്ട്, അതേടാ അതൊക്കെ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ, അല്ല ഇപ്പൊ നീ എന്തിനാ ഈ വണ്ടി വാങ്ങിച്ചത് എന്ന് ചോദിക്കും. അന്നേരം സച്ചി പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അച്ഛ ഇനി മുതൽ ഇതാണ് പുതിയ ഫ്ലവർ ഷോപ്പ് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. എന്നാൽ ഇത് കേൾക്കുന്ന സമയത്തിന് ചന്ദ്രമതി അങ്ങ് വല്ലാതാവും. അന്നേരം രവീന്ദ്രൻ ചോദിക്കുന്നത്, സ്കൂട്ടർ എങ്ങനെയാ ഫ്ലവർ ഷോപ്പ് ആക്കുന്നത് എന്ന് ചോദിക്കും. അന്നേരം സച്ചി പറഞ്ഞു കൊടുക്കുന്നത്, ഇത് മൊബൈൽ ഫ്ലവർ ഷോപ്പാണ് അച്ഛാ, ഈ സ്കൂട്ടിയുടെ ബ്ലാക്കിൽ ഫ്ലവേഴ്സ് വെച്ചിട്ട് അത് എങ്ങോട്ടേക്ക് വേണമെങ്കിലും കൊണ്ടുപോവാം, ഈ ബോക്സിൽ എത്ര ഫ്ലവർ വേണമെങ്കിലും കൊള്ളും, രേവതി നിനക്ക് ഇത് ഇഷ്ടായോ എന്നൊക്കെ ചോദിക്കാട്ടോ സച്ചി. അന്നേരം രേവതിക്ക് ഭയങ്കര സന്തോഷാവുന്നുണ്ടെങ്കിൽ പോലും രേവതി ചോദിക്കുന്നത്, എന്തിനാ സച്ചിയേട്ട അനാവശ്യമായിട്ട് ഇപ്പൊ ഇത്രമാത്രം കാശ് ചെലവാക്കാൻ പോയത്? അന്നേരം സച്ചി ചോദിക്കുന്നത്, എന്ത് അനാവശ്യം എന്നാ രേവതി നീ ഈ പറയുന്നത്? എനിക്ക് വേണ്ടിട്ട് സ്വന്തം കാശ് ചെലവാക്കിയിട്ട് നീ ഒരു കാറ് പോലും വാങ്ങിച്ചു തന്നില്ലേ, അപ്പോ നിനക്ക് വേണ്ടിട്ട് ഞാൻ ഇത്രയെങ്കിലും ചെയ്തു തരണ്ടേ? പഴയ കട പോകുന്നതെങ്കിൽ പോയിക്കോട്ടെ, ഇപ്പോ ഇതില്ലേ നിനക്ക്? എല്ലാവരും ചെയ്യുന്ന ജോലിയേക്കാൾ വലുത് നീ ചെയ്യുന്ന ജോലി തന്നെയാണ് രേവതി. അന്നേരം ശ്രുതി ചോദിക്കുന്നത്, എന്താടാ ഈ ഷോപ്പിന് എന്താ അമ്മയുടെ പേര് കൊടുക്കാത്തതെന്ന് ചോദിക്കുന്ന സമയത്തിന് അന്നേരം സച്ചി പറഞ്ഞത്, എന്താ പാർലറിന് അമ്മയുടെ പേരായിരുന്നല്ലോ വെച്ചത്, എന്നിട്ടെന്തായി അതങ്ങ് എടുത്തു മാറ്റേണ്ടി വന്നില്ലേ? ഫ്ലവർ ഷോപ്പിനും അമ്മയുടെ പേര് തന്നെയായിരുന്നു വെച്ചിരുന്നത്, എന്നിട്ട് എന്തായി? അതെല്ലാം കോർപ്പറേഷൻകാർ വന്നിട്ട് തൂക്കിക്കൊണ്ടുപോയില്ലേ? അതുകൊണ്ട് ആ പേരിന് എന്തായാലും രാശിയില്ല അച്ഛാ, അതുകൊണ്ട് തന്നെയാണ് രേവതിയുടെ പേര് വെച്ചിരിക്കുന്നത് എന്നൊക്കെ പറയാട്ടോ സച്ചി. എന്നാൽ തന്റെ പേരിന് രാശിയില്ല എന്ന് കേട്ടതോടുകൂടി തന്നെ ചന്ദ്രമതിക്ക് അങ്ങ് ദേഷ്യം പിടിച്ച് നിൽക്കുമായിരിക്കും. അന്നേരം വർഷ പറഞ്ഞിട്ട്, ഈ ഐഡിയ ഏതായാലും ഉഗ്രനായിട്ടുണ്ട് സച്ചിയേട്ടാ, ഈ ഷോപ്പ് എങ്ങോട്ടേക്ക് വേണമെങ്കിലും കൊണ്ടുപോവാലോ, പിന്നെ ഗേറ്റിന്റെ പുറത്ത് വേണമെങ്കിലും നമുക്കിത് പാർക്ക് ചെയ്യാം, ഏട്ടത്തിയെ ആരും ഒന്നും പറയാൻ വരില്ല. വീണ്ടും ഇങ്ങനെ ഒരു ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തതിൽ കൺഗ്രാറ്റ്സ് ഏട്ടത്തിയെ എന്നൊക്കെ പറഞ്ഞ് വർഷ വന്നിട്ട് ഇങ്ങനെ രേവതിക്ക് കൈ കൊടുക്കും. ഇതെല്ലാം കണ്ടിട്ട് ഒട്ടും തന്നെ സഹിക്കാൻ കഴിയുന്നില്ലട്ടോ ചന്ദ്രമതിക്ക്. സച്ചി പറഞ്ഞിട്ട്, ഈ താക്കോൽ നിങ്ങളുടെ കൈ കൊണ്ട് തന്നെ കൊടുക്കണം അച്ഛാ എന്ന് പറയുന്ന സമയത്തിന് രേവതിയുടെ അടുത്തേക്ക് വരട്ടോ രവീന്ദ്രൻ. അങ്ങനെ സച്ചിയും രവീന്ദ്രനും കൂടി തന്നെ ആയിരിക്കും രേവതിയുടെ കയ്യിലേക്ക് ആ ഒരു താക്കോല് കൈമാറുന്നത്. രേവതി ഏതായാലും അച്ഛന്റെ അനുഗ്രഹം വാങ്ങിച്ചു കൊണ്ടതിന് അതിലേക്ക് കയറാൻ നോക്കുന്ന സമയത്ത് സച്ചി പറയുന്നുണ്ട്, ഇനി ഒരിക്കലും നിന്നെ ആരും പണിയില്ലാത്തവൾ എന്നൊക്കെ പറഞ്ഞ് നിന്നെ ആരും കുറ്റം പറയില്ല രേവതി, നീ ഏതായാലും വണ്ടി എടുത്ത് ഓടിക്ക്, അല്ല ഈ വണ്ടി ഓടിക്കാൻ നിനക്കറിയാവോ എന്നൊക്കെ ചോദിക്കാട്ടോ സച്ചി.
അന്നേരം രേവതി പറഞ്ഞിട്ട് സച്ചിയേട്ടൻ എന്റെ പിന്നിൽ വന്നിരിക്ക്, അപ്പൊ അറിയാൻ പറ്റും എനിക്ക് ഓടിക്കാൻ പറ്റോ ഇല്ലയോ എന്ന്. അങ്ങനെ രേവതി ഏതായാലും സച്ചിയെ പുറകിൽ കയറ്റിക്കൊണ്ടായിരിക്കട്ടെ സ്കൂട്ടറിൽ അവിടെ നിന്നങ്ങ് പോകുന്നത്. എന്നാൽ ഇത് കണ്ടിട്ട് ഒട്ടും സഹിക്കാൻ കഴിയാതെ നിൽക്കുമായിരിക്കും ചന്ദ്രമതിയും ശ്രുതിയൊക്കെ. രേവതി വണ്ടി ഓടിച്ചിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്തിന്റെ സച്ചി പറഞ്ഞിട്ട് രേവതി നീ നന്നായിട്ട് വണ്ടി ഓടിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ സച്ചി ഇങ്ങനെ രേവതിയെ അഭിനന്ദിക്കും. ഇതെല്ലാം കണ്ടുകൊണ്ടതിന് ശ്രുതിയോട് അങ്ങ് ദേഷ്യപ്പെടാട്ടോ ശ്രുതി പറഞ്ഞിട്ട് നീ സച്ചിയെ കണ്ടില്ലേ, അവൻ അവന്റെ വൈഫിന് ഫ്ലവർ ഷോപ്പ് ഇട്ടുകൊടുത്തു. അവന് വേണ്ടി രേവതി സ്വന്തം പണത്തിന് കാറ് വരെ വാങ്ങിച്ചു കൊടുത്തു. ശ്രീകാന്തും വർഷയാണെങ്കിൽ അവര് രണ്ടുപേരും ജോലിക്ക് പോയിട്ട് നല്ല രീതിയിൽ തന്നെ പണം സമ്പാദിക്കുന്നുണ്ട്. ഉടനെ തന്നെ ശ്രീകാന്ത് ഒരു കാറ് വാങ്ങുമെന്നാ പറയുന്നത്. അവരുടെയൊക്കെ ലൈഫ് നല്ല ഹാപ്പിയാണ്, അവരുടെ ലൈഫിലൊക്കെ എല്ലാം നടക്കുന്നുണ്ട്. എന്നാൽ നമ്മുടെ കാര്യം നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ആരാ ഉള്ളത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ശ്രുതി അങ്ങ് ദേഷ്യപ്പെടാട്ടോ. അന്നേരം ശ്രുതി പറഞ്ഞത് അതെ ശ്രുതി നീ പറഞ്ഞത് ശരിയാണ്, അവരുടെ ലൈഫിലൊക്കെ എല്ലാം നടക്കുന്നുണ്ട്. അതെല്ലാം നടക്കുന്നത് അവരൊക്കെ ജോലിക്ക് പോകുന്നത് കൊണ്ടാണെന്ന് പറയട്ടെ ശ്രുതി. ആ സമയത്തിന് ശ്രുതി ചോദിക്കുന്നത് എന്താ ശ്രുതി ഞാൻ ജോലിക്ക് പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് നീ എന്നെ കുത്തി പറയാണോ എന്ന് ചോദിക്കും. അവരൊക്കെ ഹെൽപ്പ് ചെയ്യാൻ ആളുണ്ട്. നാളെ ശ്രീകാന്ത് റെസ്റ്റോറന്റ് തുടങ്ങുന്നത് അത് അമ്മായിയച്ഛന്റെ പണം കൊണ്ടായിരിക്കും. നിന്റെ അച്ഛൻ ഇനി എന്നാ ജയിലിൽ നിന്ന് ഇറങ്ങുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ടതിന് ശ്രുതി അങ്ങ് ദേഷ്യപ്പെടും. ആ സമയത്തിന്റെ ശ്രുതി പറഞ്ഞിട്ട് എന്റെ സിറ്റുവേഷനൊക്കെ നിനക്ക് അറിയാവുന്നതല്ലേ ശ്രുതി, എന്റെ അച്ഛൻ ഇനി എന്ന് ജയിലിൽ നിന്ന് ഇറങ്ങുമെന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. അല്ല ശ്രുതി നിനക്ക് എന്നേക്കാൾ വലുത് എന്റെ അച്ഛന്റെ പണമായിരുന്നു എന്നൊക്കെ ചോദിക്കും. എന്താടാ അങ്ങനെ പണം കിട്ടാൻ വേണ്ടിയിട്ടാണോ നീ എന്നെ കല്യാണം കഴിച്ചത്, അല്ലെങ്കിൽ പിന്നെ നീ എന്തിനാ കൂടെ കൂടെ എന്റെ അച്ഛന്റെ കാര്യം ചോദിക്കുന്നത്? ഇനിയെങ്കിലും ഇങ്ങനെയുള്ള കാര്യം പറച്ചിലൊക്കെ നീ ഒന്ന് സ്റ്റോപ്പ് ചെയ്യ്. അങ്ങൾ തന്നേക്കുന്ന 50 ലക്ഷം രൂപ നീ അങ്ങ് കൊണ്ടുപോയി തൊലച്ചില്ലേ, ആ പണം ഉടനെ തന്നെ നമ്മുടെ കയ്യിലേക്ക് തന്നെ വരണമെന്ന് വാശി പിടിക്കാത്ത ശ്രുതി. ആ സമയത്തിന് ശ്രുതി ചോദിക്കുന്നത് അതെങ്ങനെ വരാനാ, അവൾ ആ പണം എന്റെ കയ്യിൽ നിന്നും അടിച്ചു മാറ്റിയിട്ട് അവൾ കാനഡയിലേക്ക് ഓടിപ്പോയില്ലേ എന്ന് പറയും ശ്രുതി. അന്നേരം ആ പെണ്ണിന്റെ പേരെന്താന്ന് ശ്രുതി ചോദിക്കുന്ന സമയത്തിന് നീലിമ എന്ന് പറഞ്ഞു കൊടുക്കാണ് ശ്രുതി. അന്നേരം ശ്രുതി പറഞ്ഞു കൊടുക്കുന്നത് ആ നീലിമ എന്ന് പറയുന്നവൾ നമ്മുടെ മുന്നിലുള്ള ഒരേ ഒരു മാർഗമാണ്, അതുകൊണ്ട് എങ്ങനെയെങ്കിലും അവളെ കണ്ടുപിടിച്ചിട്ട് ആ പണം തിരികെ വാങ്ങിക്കണമെന്ന് പറയും. അവൾ ഇപ്പൊ കാനഡയിൽ എവിടെയാണെന്ന് കണ്ടുപിടിക്കണം. ഏജൻസി വഴിയല്ലേ അവൾ അങ്ങോട്ടേക്ക് പോയിരിക്കുന്നത്. ആ ഏജൻസിയിൽ പോയിട്ട് നമുക്ക് ഏതായാലും അവളെ പറ്റിയിട്ട് ചോദിക്കാം. ഏതായാലും അവളെ പറ്റിയിട്ടുള്ള അഡ്രസ്സ് കിട്ടാതിരിക്കില്ല. അങ്ങനെ നീലിമയെ പറ്റിയുള്ള ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് ശ്രുതിയും കൂട്ടിക്കൊണ്ട് നേരെ ട്രാവൽ ഏജൻസിയിലേക്ക് പോവാണ്. എന്നിട്ട് പറയുന്നത് ഞാൻ ഇതിനു മുൻപേ തന്നെ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്, ഈ ഒരു ട്രാവൽസിലേക്ക് കാനഡയിലേക്കുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഇതാണ് ഇവരുടെ ഫോട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രുതി ഏതായാലും നീലിമയുടെ ഫോട്ടോ എടുത്തിട്ട് ആ ഒരു ഏജൻസിക്കാർക്ക് കാണിച്ചു കൊടുക്കും. എന്നാൽ അത് കാണുന്ന സമയത്തിന് ശ്രുതിക്ക് അങ്ങ് ദേഷ്യം വരും. ശ്രുതി ചോദിക്കുന്നത് ഓ അപ്പോ ഇത്ര നാളും നീ അവളുടെ ഫോട്ടോ നിന്റെ മൊബൈലിൽ വെച്ചിട്ടുണ്ടായിരുന്നു അല്ലേടാ, നോക്കട്ടെ ഞാനൊന്ന് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രുതിയുടെ കയ്യിൽ നിന്ന് ആ ഒരു ഫോൺ അങ്ങ് വാങ്ങിക്കാണ് ശ്രുതി. എന്നിട്ട് ശ്രുതി ആ ഒരു ട്രാവൽ ഏജൻസിയോട് നീലിമയുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ചോദിക്കുന്ന സമയത്തിന് ശ്രുതിയോട് അവർ പറഞ്ഞത് സോറി കസ്റ്റമേഴ്സിന്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒന്നും ഞങ്ങൾക്ക് ആർക്കും ഷെയർ ചെയ്യാൻ പറ്റില്ല എന്ന് പറയും. അന്നേരം ശ്രുതി പറഞ്ഞത് അതെ ഞങ്ങൾ നീലിമയുടെ ഫ്രണ്ട്സ് ആണ്, രാവിലെ തന്നെ അവളുടെ മുത്തശ്ശി മരിച്ചു, അതുകൊണ്ട് തന്നെ ഈ ഒരു ഡീറ്റെയിൽസ് അവൾക്ക് ഉടനെ തന്നെ ഇൻഫോം ചെയ്തേ പറ്റൂ. ഞങ്ങളുടെ കയ്യിലാണെങ്കിൽ ഇപ്പൊ അവളുടെ അഡ്രസ് ഇല്ല, അവളുടെ കോൺടാക്റ്റും ഇല്ല. നിങ്ങൾക്കറിയാമെങ്കിൽ അവളുടെ അഡ്രസ് ഒന്ന് പറഞ്ഞതാ, ഞങ്ങൾ ഈ ഒരു വിവരം അവളെ ഒന്ന് അറിയിക്കട്ടെ എന്നൊക്കെ പറയട്ടെ ശ്രുതി. അന്നേരം ഏജൻസിക്കാർ പറയുന്നുണ്ട് നിങ്ങളുടെ സിറ്റുവേഷനൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്, പക്ഷേ കസ്റ്റമേഴ്സിന്റെ പേഴ്സണൽ ഡീറ്റെയിൽസ് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ പറ്റില്ല എന്നാണ് ഇവിടുത്തെ റൂൾസ്. സോറി മേഡം ഞങ്ങൾക്ക് ഒരിക്കലും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കട്ടെ ഏജൻസിക്കാർ ശ്രുതിയും അവിടെ നിന്ന് പറഞ്ഞു വിടുന്നത്. പുറത്തേക്ക് ഇറങ്ങിയതിനു ശേഷം ശ്രുതി ചോദിക്കുന്നത് ഇനി നീലിമയെ കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും ശ്രുതി എന്ന് ചോദിക്കുന്ന സമയത്തിന് ശ്രുതി പറയുന്നുണ്ട് ശ്രുതി നീ ഒന്ന് ടെൻഷൻ ആകാതിരിക്കുക, അവൾ എങ്ങനെയെങ്കിലും നമ്മുടെ കൺമുന്നിൽ വന്ന് പെടും. അവളുടെ കയ്യിൽ നിന്ന് എങ്ങനെയെങ്കിലും നമുക്ക് ആ കാശ് വാങ്ങിച്ചെടുക്കണം, എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം, അവളെ കണ്ടെത്തിയേ പറ്റൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കും ശ്രുതിയും കൂട്ടിക്കൊണ്ടത് ശ്രുതി നേരെ തിരിച്ച് വീട്ടിലേക്ക് വരുന്നത്. എന്നാൽ ഇതേ സമയത്ത് തന്നെയായിരിക്കും കാനഡയിൽ നിന്നും നീലിമ തിരിച്ച് നാട്ടിലേക്ക് എത്തുന്നത്. നീലിമ കേരളത്തിലേക്ക് എത്തിയിട്ട് കാറിലിങ്ങനെ സഞ്ചരിക്കുന്ന സമയത്തന്നെ ശ്രുതിയുമായിട്ട് പങ്കിട്ട ആ ഒരു നിമിഷത്തെ പറ്റിയിട്ടൊക്കെ ചിന്തിക്കുകയാണ് നീലിമ. എന്നാൽ നീലിമ അന്നേരം കയറിയിരിക്കുന്നത് സച്ചിയുടെ കാറിലായിരുന്നു. സച്ചി ചോദിക്കുന്നത് ഏത് നാട്ടിൽ നിന്നാണ് മാഡം വരുന്നത് എന്ന് ചോദിക്കുന്ന സമയത്തിന് കാനഡയിൽ നിന്നാണെന്ന് പറയാട്ടോ നീലിമ. അന്നേരം സച്ചി പറഞ്ഞിട്ട് ഓ നിങ്ങളും കാനഡയിലായിരുന്നോ, ചിലവർ ഇവിടെ നിന്നും കാനഡയിലേക്ക് പോവാൻ തീരുമാനിച്ചിരിക്കുമായിരുന്നു, എന്നിട്ടിപ്പോ നിങ്ങൾ അവിടെ നിന്നും ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നു, എന്നിട്ട് എവിടെയാ മാഡം നിങ്ങളുടെ നാട് എന്നൊക്കെ ചോദിക്കട്ടോ സച്ചി. ആ സമയത്തിന് കാനഡയിൽ തന്നെയാണ് എന്ന് പറയാണ് നീലിമ. ഞാനിപ്പോ ഏതായാലും കാനഡയിൽ സെറ്റിലായി, എന്താ നിങ്ങൾ എങ്ങാനും അങ്ങോട്ടേക്ക് പോകുന്നുണ്ടോ എന്ന് ചോദിക്കും. അന്നേരം സച്ചി പറഞ്ഞിട്ട് ഞാനൊന്നും പോകുന്നില്ല, ഞാനെന്തിനാ മാഡം കാനഡയിലേക്ക് പോകുന്നത്, എന്റെ വീട്ടിൽ ഒരുത്തനുണ്ട്, അവൻ എങ്ങനെയെങ്കിലും കാനഡയിലേക്ക് പോവാൻ ഒരുങ്ങി നിൽക്കുകയാണ്, ആ നാട് നല്ലതാണോ എന്ന് സച്ചി ചോദിക്കുന്ന സമയത്തിന് നൈസ് ബ്യൂട്ടിഫുൾ കൺട്രി എന്നൊക്കെ പറഞ്ഞു കൊടുക്കാട്ടോ. അന്നേരം സച്ചി ചോദിക്കുന്നത് അല്ല മാഡം നിങ്ങൾ എന്ത് ജോലിയാ ചെയ്യുന്നതെന്ന് ചോദിക്കും. അന്നേരം നീലിമ പറഞ്ഞിട്ട് ഞാൻ അവിടെ ബിസിനസ്സാണ് ചെയ്യുന്നത്, ഇവിടെ ഞാനൊരു പ്രോപ്പർട്ടി വാങ്ങാൻ പോകുന്നുണ്ട്, ആ പ്രോപ്പർട്ടി വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അതിന്റെ രജിസ്ട്രേഷന് വേണ്ടിയിട്ട് ഞാൻ നാട്ടിലേക്ക് വന്നത് എന്ന് പറയും. എന്നിട്ട് നിങ്ങളുടെ പേരെന്താന്ന് ചോദിക്കുന്ന സമയത്തിന് സച്ചി എന്ന് പറഞ്ഞു കൊടുക്കാട്ടോ സച്ചി. ആ സമയത്തിന് നീലിമ പറയുന്നുണ്ട് അതെ നാളെ എനിക്ക് രജിസ്ട്രേഷൻ ഓഫീസിലേക്ക് പോകണം, ആ സമയത്ത് നിങ്ങൾ അവൈലബിൾ ആയിരിക്കില്ലേ എന്ന് ചോദിക്കും. അന്നേരം സച്ചി പറയുന്നുണ്ട് ആയിക്കോട്ടെ മാഡം,
നമുക്ക് ഏതായാലും രജിസ്റ്റർ ഓഫീസിലേക്ക് പോവാം. നിങ്ങൾ ഈ നമ്പറിലേക്ക് തന്നെ കോൾ ചെയ്താൽ മതി. നിങ്ങൾ വിളിക്കുന്ന സമയത്ത് തന്നെ ഞാൻ നിങ്ങളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വരാമെന്നൊക്കെ പറയും. സച്ചി ചോദിക്കുന്നുണ്ട്, അല്ല മാഡം, ഈ കാനഡയിലേക്ക് പോകണമെങ്കിൽ ഒരുപാടധികം ക്യാഷ് ഒക്കെ ചെലവാവോ? വീട്ടിലൊരുത്തൻ കാനഡയിലേക്ക് പോകണമെന്നൊക്കെ പറഞ്ഞ് വീട്ടുകാരോട് 14 ലക്ഷം രൂപ ചോദിച്ചു. അന്നേരം നീലിമ ചോദിക്കുന്നുണ്ട്, ആഹാ 14 ലക്ഷം ആക്കിയോ? ഞാൻ പോകുന്ന സമയത്ത് 10 ലക്ഷം രൂപയുണ്ടായിരുന്നുള്ളൂ. ഇതിപ്പോ വർഷം റേറ്റ് കൂട്ടിയോ എന്നൊക്കെ ചോദിക്കും. അല്ല മാഡം, ഇപ്പൊ നിങ്ങൾക്ക് എങ്ങോട്ടേക്കാ പോവേണ്ടതെന്ന് ചോദിക്കുന്ന സമയത്ത് തന്നെ ഒരു ഹോട്ടലിന്റെ പേര് പറഞ്ഞു കൊടുക്കാട്ടോ നീലിമ. എന്നിട്ട് പറയുന്നത്, നിങ്ങൾ സ്ട്രെയിറ്റ് ആയിട്ട് വിട്ടോ, എത്തിയാ ഞാൻ പറയാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ സച്ചിയും നീലിമയും ആ ഒരു കാറിലൂടെ അങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഏതായാലും സുധിയും നീലിമയും തമ്മിലുള്ള ആ ഒരു കണക്ഷനിലെല്ലാം തന്നെ സച്ചി അറിയാൻ പോകുന്ന ഒരു അടിപൊളി സൂപ്പർ കിടിലൻ രംഗങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ.